എല്ലാവർക്കും മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് നിക്ഷേപകരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരൊറ്റ മാസത്തിൽ 7700 കോടി രൂപയിലധികമാണ് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് മാത്രം എത്തിയത്. അതേസമയം സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കരുതുന്ന ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപകർ പണം പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനു മുൻപ് 2024 ഇതേപോലെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ വൻ തിരക്ക് ഉണ്ടായപ്പോൾ സെബി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് വിപണിയിൽ സംഭവിച്ച ആ തെറ്റ് നിക്ഷേപകർ വീണ്ടും ആവർത്തിക്കുകയാണോ? എന്താണിപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ സംഭവിക്കുന്നത്? ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നിക്ഷേപകർ വീണ്ടും സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, സമീപകാലത്തെ മികച്ച റിട്ടേൺസ് കണ്ടുള്ള ആകർഷണം തന്നെയാണ്. കഴിഞ്ഞ 6 മാസത്തെ ഡേറ്റ പരിശോധിച്ചാൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് 14% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി 50 വളരെ കുറഞ്ഞ റിട്ടേൺ മാത്രമാണ് നൽകിയത്. ചില പ്രമുഖ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഒരു വർഷത്തിനിടെ 30% മുതൽ 33% വരെ റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഒരു വിപണിയിൽ ഉയർന്ന റിട്ടേൺ കാണുമ്പോൾ നിക്ഷേപകർ സ്വാഭാവികമായും ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു അപകട സാധ്യതയും ഒളിഞ്ഞിരിപ്പുണ്ട്. 2024 സെബി മ്യൂച്വൽ ഫണ്ട് കമ്പനികളോട് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിൽ സ്ട്രെസ് ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നു ആ സ്ട്രെസ് ടെസ്റ്റ് എന്ന് ഇനി പറയാം. ചെറിയ കമ്പനികളുടെ ഓഹരികളിൽ ട്രേഡിംഗ് വോളിയം പൊതുവെ കുറവായിരിക്കും. വിപണിയിൽ പെട്ടെന്ന് ഒരു തകർച്ച ഉണ്ടാവുകയും നിക്ഷേപകർ ഒരേ സമയം തങ്ങളുടെ പണം തിരികെ ചോദിക്കുകയും ചെയ്താൽ മ്യൂച്വൽ ഫണ്ട് മാനേജർമാർക്ക് ഈ ഓഹരികൾ പെട്ടെന്ന് വിറ്റഴിച്ച് പണമാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഈ ഘട്ടത്തിൽ ഫണ്ടുകൾ നിർബന്ധിതമായി വില കുറച്ച് ഓഹരികൾ വിൽക്കേണ്ടി വരും. ഇത് വിപണിയെ വീണ്ടും തകർച്ചയിലേക്ക് നയിക്കും. ഇതാണ് സെബി ചൂണ്ടിക്കാണിച്ച വലിയ ഭീഷണി. നിലവിലെ സ്ട്രെസ്ഡ് കണക്കുകൾ പ്രകാരം പ്രധാനപ്പെട്ട ചില സ്മോൾ ക്യാപ് ഫണ്ടുകളുടെയും ലിക്വിഡിറ്റി പൊസിഷൻ മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്, HDFC സ്മോൾ ക്യാപ്, ക്യാറ്റ് സ്മോൾ ക്യാപ് തുടങ്ങിയ ഫണ്ടുകൾക്ക് തങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 50% വിറ്റഴിക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം മുൻ മാസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിപണി പെട്ടെന്ന് കൂപ്പുകുത്തിയാൽ ഈ അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിലവിലെ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപമുള്ളവരോ പുതിയതായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരോ എന്താണ് ചെയ്യേണ്ടത്? സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, SIP നിർത്തിവെക്കരുത്. നിങ്ങൾ ദീർഘകാല ലക്ഷ്യങ്ങളോടെ നിലവിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ SIP വഴി നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ വിപണിയിലെ താൽക്കാലിക ചലനങ്ങൾ കണ്ട് SIP നിർത്തേണ്ടതില്ല. വിപണി താഴേക്ക് പോകുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ SIP നിങ്ങളെ സഹായിക്കും. മറ്റൊന്ന്, കുറഞ്ഞത് 5 വർഷത്തെ സമയപരിധി നിങ്ങൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചുരുങ്ങിയത് 7 മുതൽ 10 വർഷം വരെയെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാവണം. ചെറിയ കാലയളവിലെ ലാഭം ലക്ഷ്യമിട്ട് സ്മോൾ ക്യാപിൽ പണം ഇറക്കുന്നത് വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. മറ്റൊരു കാര്യം, ഒറ്റയടിക്ക് വലിയ തുക സ്മോൾ ക്യാപിൽ നിക്ഷേപിക്കുന്നതിന് പകരം സ്റ്റാഗേർഡ് രീതിയിലോ അല്ലെങ്കിൽ STP അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴിയോ പണം നിക്ഷേപിക്കുക. അതായത് അസറ്റ് അലോക്കേഷൻ നടത്താൻ എല്ലാവരും തയ്യാറാവണം. മറ്റൊന്ന്, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ മൊത്തം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന്റെ 15 മുതൽ 20% വരെ മാത്രം സ്മോൾ ക്യാപ് ഫണ്ടുകൾക്കായി മാറ്റിവെക്കുക. ബാക്കി തുക ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നിക്ഷേപകന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ ഉയർന്ന റിട്ടേൺസ് മാത്രം കണ്ട് കണ്ണടച്ച് പണം നിക്ഷേപിക്കുന്നതാണ്. സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഉയർന്ന ലാഭം തരുമെന്നത് സത്യമാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഉയർന്ന ഹൈ റിസ്ക് അടങ്ങിയിരിക്കുന്നു. വിപണി ഉയരുമ്പോഴും താഴെ വീഴുമ്പോഴും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഒരു പ്ലാനോടെ മാത്രം മുന്നോട്ട് പോവുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോയാണ്. ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുക. Yeah.